ഡൽഹി തുർക്ക്മാൻ ഗേറ്റിലെ സയ്യിദ് ഇലാഹി മസ്ജിദിന്റെ കമ്മ്യൂണിറ്റി സെന്റർ അടക്കം ഇടിച്ചു നിരത്താൻ ഹർജി നൽകിയത് സംഘപരിവാർ അനുകൂല NGO സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ സ്ഥാപകൻ പ്രീത് സിംഗ് ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നീക്കം തടയണമെന്നാവശ്യപ്പെടാതെ വഖഫ് ബോർഡ് കണ്ണടച്ചതും പൊളിക്കലിന് കാരണമായി. ഡൽഹിയിലേതടക്കം വിവിധ ദർഗകളെയും മസ്ജിദുകളെയും ലക്ഷ്യം വെച്ച് നിരന്തരം കോടതിയെ സമീപിക്കുന്ന സംഘടനയാണ് സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫൗണ്ടേഷൻ സ്ഥാപകൻ പ്രീത് സിംഗിനെ ഹൈക്കോടതി രൂക്ഷമായി ശാസിച്ചിരുന്നു. എല്ലാ ആഴ്ചയും സമാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹർജി നൽകുന്നതിനെതിരായിരുന്നു കോടതിയുടെ വിമർശനം. ഇസ്ലാമിക ഘടനകൾ മാത്രം ലക്ഷ്യം വെക്കുന്നുവെന്നും കോടതി പറഞ്ഞു. പ്രീത് സിംഗിനെതിരെയും സംഘടനയ്ക്കെതിരെയും വിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. വിദ്വേഷ പ്രസംഗ കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് പ്രീത് സിംഗ്. കെട്ടിടങ്ങൾ അനധികൃതമായിട്ടാണ് നിർമ്മിച്ചതെന്നതിനാലാണ് കോടതിയെ സമീപിച്ചതെന്നാണ് ഫൗണ്ടേഷന്റെ വാദം. അതേസമയം പൊളിക്കൽ തടയണമെന്ന് ഡൽഹി വഖഫ് ബോർഡ് ആവശ്യപ്പെടാതിരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി. സർവേ നടത്താൻ ഉത്തരവിട്ടപ്പോൾ ബോർഡ് കക്ഷി ചേർന്നിരുന്നില്ല. ബോർഡ് കേസിൽ കക്ഷിയാവുകയും വഖഫ് ഗസറ്റ് വിജ്ഞാപനത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യണമെന്നായിരുന്നു മുസ്ലിം സംഘടനകൾ പറയുന്നത്. പുനഃപരിശോധനാ ഹർജി നൽകാതിരുന്നതാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടായതെന്നാണ് വിലയിരുത്തൽ. വഖഫ് ഭൂമിയാണെന്ന് മുൻ വഖഫ് ബോർഡ് ചെയർമാൻ അമാനത്തുള്ള ഖാൻ ഇന്നലെ പറഞ്ഞിരുന്നു. മീഡിയ 1 ഡൽഹി.